ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കേട്ടോ. ഒറട്ടി. ഒറട്ടിയും അതിന് കോമ്പിനേഷനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് നല്ല കോഴിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു കടലക്കറിയാണ്. അപ്പോൾ അങ്ങനെ മൊരിച്ചെടുത്ത ഈ ഒറട്ടിയും ഈ കടലക്കറിയും കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പം ഇത് രണ്ടും എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യമായിട്ട് നമുക്ക് ഒരട്ടി തയ്യാറാക്കി എടുക്കാം. നമ്മുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സിന് കഴിക്കണോ അതിനെ കണക്കാക്കി നമുക്ക് അരിപ്പൊടി എടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഞാനിത് മാർക്കറ്റിൽ കിട്ടിയ പാക്കറ്റിലുള്ള അരിമാവാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാനൊരു 1/4 കിലോ അരിമാവാണ് എടുത്തിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് 3 പേർക്ക് കഴിക്കാൻ മതി. അതുകൊണ്ട് ഒരു 1/4 കിലോ അരിമാവ് എടുത്തു. അതിലോട്ട് നമുക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇത്രയും അരിമാവിന് ഒരു ചെറിയ കപ്പിന് 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തത്. തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ അതിന് പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു മയത്തിനായിട്ട് ഒരല്പം നെയ്യോ അല്പം കുക്കിംഗ് ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ഒരു അല്പം കൂടെ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക് ഒരട്ടി. ഞാനിവിടെ ഒരു അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിനായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം അതുപോലെ ഒഴിച്ച് കുഴച്ചാലാണ് നല്ല മയമായിട്ട് കിട്ടുന്നത്. തണുക്കുമ്പോൾ കൈവച്ച് ഇതുപോലെ ഉരുട്ടുന്ന പരുവത്തിന് വെള്ളമൊന്നും കൂടി പോകാതെ കുഴച്ചെടുക്കണം. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം. വാഴയില കിട്ടുമെങ്കിൽ വാഴയിലയിൽ ഈ ഉരട്ടി പരത്തിയാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ ഇലയുടെ മണവും ഒക്കെ കൊണ്ട് നമുക്ക് എപ്പോഴും വാഴയില കിട്ടത്തില്ലല്ലോ. ഞാനിപ്പോൾ ഈ അരിമാവ് എടുത്ത് ആ പാക്കറ്റ് കഴുകി ഉണക്കിയിട്ട് മുകളിൽ നല്ലെണ്ണ പുരട്ടിയിട്ടാണ് പരത്തിയിരിക്കുന്നത്. അത് കല്ല് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അത് പേപ്പറിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് അത് നോൺ സ്റ്റിക്ക് കല്ലാണെങ്കിൽ പോലും അതിൽ ചുറ്റി ഒരല്പം നല്ലെണ്ണയോ അല്ലെങ്കിൽ ഒരല്പം നെയ്യോ എന്തെങ്കിലും നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കണം. അത് നല്ലൊന്ന് മൊരിഞ്ഞ് കിട്ടിയാലാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ച് വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഇതുപോലെ അല്പം ഒന്ന് മൊരിയിച്ചിട്ട് നമുക്ക് എല്ലാ ഉരട്ടിയും അതുപോലെ ചുട്ടെടുത്ത് റെഡിയാക്കാം. ഇനി നമുക്കതിനുള്ള കറി തയ്യാറാക്കിയെടുക്കാം. ഈ ഉരട്ടിക്ക് നല്ല സ്യൂട്ടബിൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മട്ടൺ കറിയും ചിക്കൻ കറിയും ഒക്കെയാണ് കേട്ടോ. അതൊക്കെ വെച്ച് ഈ ഉരട്ടി ഒന്ന് കഴിച്ച് നോക്കിയാൽ ഒരു വേറെ ലെവൽ ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എടുക്കുമ്പം എപ്പോഴും മട്ടണും ചിക്കനും ഒന്നും വീട്ടിൽ കാണത്തില്ലല്ലോ. അപ്പം നമ്മൾ കടലയോ ഉരുളക്കിഴങ്ങോ ഒക്കെ ആശ്രയിക്കേണ്ടി വരും. ഞാനിപ്പോൾ ഈ കറുത്ത കടല ഒരു 5-6 മണിക്കൂർ മുമ്പ് കുതിർത്തിട്ട് കുക്കറിൽ വെച്ച് ഒരു 5 വിസിലടുപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 10-12 ചെറിയ ഉള്ളി പൊളിച്ച് നടുവേ ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. ഒരു 2 മീഡിയം സൈസ് തക്കാളി എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മണത്തിനായിട്ട് 2 പച്ചമുളക്, 1 ഇഞ്ച് വലിപ്പത്തിൽ 1 ഇഞ്ചി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരല്പം കൂടുതലിട്ടാൽ നല്ലത് തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രുചിയും കൂടും. ഈ കടല എന്ന് പറയുന്ന ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പം നമ്മുടെ വയറിന് പ്രശ്നം വരാതെ ഇരിക്കും. കുറച്ചധികം വെളുത്തുള്ളി എടുത്താലും നല്ലത് തന്നെയാണ്. ഞാനൊരു 6 പല്ല് വെളുത്തുള്ളി എടുത്ത് കീറി വെച്ചിട്ടുണ്ട്. ഒരല്പം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കടുക് താളിച്ചതിന് ശേഷം ഈ ചുവന്നുള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം തന്നെ കടുക് താളിച്ചിട്ട് ഉള്ളി ഇടുകയാണെങ്കിൽ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അതൊന്ന് വഴന്ന് വരുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിത്തുണ്ട് വീണുപോയി, സാരമില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മീഡിയം തീയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പല മുളക് പൊടിക്കും പല എരിവാണല്ലോ. നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതെല്ലാം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പൊടികളുടെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഈ തവിയുടെ അറ്റം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അതിങ്ങനെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടും.
മാക്സിമം നമുക്ക് എത്രയും സ്മാഷ് ചെയ്യാൻ പറ്റുമോ അതുപോലെ സ്മാഷ് ചെയ്തൊരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. അവസാനമായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ വേവിച്ച് വെച്ചിരുന്ന കടലയും ആ വെള്ളവും എല്ലാം കൂടി ചേർത്ത് ഇങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അത് അവിടെ ഇരുന്നൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ അത് തിളച്ച് കുറുവി വന്നിട്ടുണ്ട്. നമ്മുടെ കടലക്കറി നമ്മൾ സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി തീർത്തും ഓപ്ഷണലായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അല്പം തേങ്ങാക്കൊത്ത് ഞാൻ പല്ല് പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് കൊടുത്താൽ കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇത് തീർത്തും ഓപ്ഷണലാണ്. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ കടലക്കറിക്ക്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ മണം കാരണം ഇവിടെ നിൽക്കാൻ വയ്യാത്തൊരു മണമാണ്. അതുപോലൊരു മണത്തോടു കൂടിയ ഒരു നല്ല കോഴിക്കറിയുടെ അതേ ഫീലുള്ള ഒരു കടലക്കറിയാണിത്. അപ്പം അങ്ങനെ നമ്മുടെ ഒരട്ടിയും കടലക്കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കിയാൽ നിങ്ങൾ പിന്നെയും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയണേ. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാൻ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.